പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങൾ കൊച്ചിയിൽ നടന്നതാണ്. വി ഡി സതീശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒരു സ്ത്രീ വി ഡി സതീശന് നിവേദനം കൊടുക്കാൻ പോകുന്നു. നേരിട്ട് തന്നെ നിവേദനം കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ വി ഡി സതീശന്റെ സുരക്ഷാ വലയം അതിന് സമ്മതിക്കുന്നില്ല. തടഞ്ഞു വെക്കുകയാണ് ചെയ്തത് സ്ത്രീയെ. അപ്പോൾ സ്ത്രീ ബഹളം വെച്ചു. ബഹളം വെച്ചതിനെ തുടർന്ന് സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി കരുതൽ തടങ്കലിലാക്കി. പരിപാടി കഴിയുന്നതുവരെ പോലീസിന്റെ കരുതൽ തടങ്കലിലായിരുന്നു ആ സ്ത്രീ. ഇതാണ് നടന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സത്യത്തിൽ ഇത് വലിയ വാർത്തയാണ്, വലിയ ഫോട്ടോയായി വരേണ്ടതാണ്. കാരണം വി ഡി സതീശൻ എന്നത് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചിരുന്ന ജനങ്ങളുടെ നായകനാണ് എന്നൊക്കെയാണല്ലോ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. അത്തരം നരേറ്റീവിന് എതിരാണ് ഈ സംഭവം. അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ ഈ വാർത്ത തമസ്കരിച്ചു. പൂർണ്ണമായും തമസ്കരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ചില പത്രങ്ങൾ പ്രാദേശിക പേജിൽ മാത്രം ഒതുക്കി ആ വാർത്ത. അങ്ങനെ മാതൃഭൂമി പ്രാദേശിക പേജിൽ ഒതുക്കിയ വാർത്ത നമുക്ക് ആദ്യം വായിക്കാം. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ സ്വീകരണ ചടങ്ങിൽ ബഹളമുണ്ടാക്കിയ സ്ത്രീയെ കരുതൽ തടങ്കലിലാക്കി. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശന് കൊച്ചി പൗരാവലി ഒരുക്കിയ സ്വീകരണ ചടങ്ങിലെത്തി ബഹളം വെച്ച കൊച്ചി സ്വദേശിയെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയും വിശിഷ്ടാതിഥികളും ചടങ്ങിലേക്ക് എത്തും മുൻപായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയോട് പരാതി ബോധിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് വേദിയിലേക്ക് കയറാൻ ശ്രമിച്ച വനിതയെയാണ് കടവന്ത്ര പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. വനിതാ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകവേ എവിടെ സ്ത്രീ സുരക്ഷ എന്ന് ചോദിച്ച് ഇവർ ബഹളം വെച്ചു. നിതയെ വൈകിട്ടോടെ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. നിത എന്ന സ്ത്രീയാണ് എന്നാണ് അവസാനത്തെ ഒരു വരിയിൽ ചേർക്കുന്നത്. വലിയ വാർത്തയാണ് നൽകിയത്. അത് വെട്ടി ചെറിയ വാർത്തയാക്കിയത് കൊണ്ടാണ് സ്ത്രീയുടെ പേര് കൃത്യമായും ഇതിനകത്ത് വരാതെ പോയത് എന്ന് വേണം കരുതാൻ. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പൂർണ്ണമായും കാണാം. മുഖ്യമന്ത്രിയെ കാണാൻ നിവേദനം കൊടുക്കാൻ ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രത്യേകിച്ച് വി ഡി സതീശൻ ജനകീയനാണ്, ജനങ്ങൾക്ക് ഇടയിലാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ സ്ത്രീയെ കാണാൻ അനുവദിക്കുന്നില്ല. പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അവർ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധത്തെ തുടർന്ന് അവരെ ഒരു മൂലയ്ക്കിരുത്തുന്നു, കരുതൽ തടങ്കലിലാക്കി അവിടെ ഇരുത്തുന്നു. ഇതാണ് സംഭവിച്ചത്. എന്നാൽ ഈ സംഭവം പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുക? ഒന്ന് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. ഈ സംഭവം നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുന്ന കാലത്താണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുന്ന സമയത്താണ് എങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത എത്രമാത്രം പ്രാധാന്യമുള്ളതായിരിക്കും. ഇന്ന് കേരളത്തിലെ നായികയായി നിത മാറുമായിരുന്നു. എത്രയോ അന്തിചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാകും. തിരുവനന്തപുരം മുതൽ ദില്ലി വരെ പ്രതികരണം തേടിയിട്ടുണ്ടാകും. വൃന്ദ കാരാട്ടിൻ്റെ വരെ പ്രതികരണം എടുത്ത് നൽകിയിട്ടുണ്ടാകും. CPI നേതാക്കളുടെ പ്രതികരണത്തിന് പിറകെ മാധ്യമങ്ങൾ ഓടുന്നുണ്ടാകും. പിറ്റേന്ന് വാർത്ത ഒന്നാം പേജിലെ ഒന്നാം വാർത്തയായി ഇത് മാറുകയും ചെയ്യും. എത്രയോ ദിവസം ഇത് ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. അത്രമാത്രം ഭൂമി കുലുക്കമുണ്ടാക്കുന്ന തരത്തിൽ വാർത്തയാക്കി മാറ്റുമായിരുന്നു നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ. പക്ഷേ മാറിപ്പോയി. UDF ആണ് ഭരിക്കുന്നത്, വി ഡി സതീശനാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഈ വാർത്ത പ്രാദേശിക പേജിൽ ഒതുക്കുകയും ചെയ്തു. അതാണ് കോൺഗ്രസിന് UDFന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജ്. നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജ്. UDFന്റെ ഘടകകക്ഷിയെ പോലെയാണ് നമ്മുടെ മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇത് ഇവിടെയും അവസാനിക്കില്ല, ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാം വളരെ നിസ്സാരമായി കണ്ട് അതൊക്കെ സാധാരണമല്ലേ എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട വാർത്തകളെ തമസ്കരിക്കുന്ന രീതി ഇനിയും തുടരുക തന്നെ ചെയ്യും. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഉറുമ്പിനെ സിംഹമാക്കുകയും സിംഹത്തെ ഉറുമ്പാക്കുകയും ചെയ്യും. അതാണ് കേരളത്തിൽ വന്ന മാറ്റം. 10 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം.